യെസ്. അപ്പൊ നമ്മുടെ നാദസ്വരം, നമ്മൾ കാത്തിരുന്ന നാദസ്വരമാണ്. നമ്മൾ ഇന്ന് രാവിലെയും പറഞ്ഞേ ഉള്ളൂ ഒരു നാദസ്വരം കേൾക്കണമെന്ന്. നമ്മളെ പേരെന്താ? പേര് ശ്രീമാധുരി. ഏത് സ്കൂളാണ്? മൗണ്ട് കാർമൽ കഞ്ഞിക്കുഴി. കോട്ടയം ജില്ല അല്ലേ? അപ്പൊ കോട്ടയം കപ്പിടിക്കോ? അടിക്കണം. ഏത് ക്ലാസ്സിലാ? 10. പിന്നെ 2 കൊല്ലം കൂടെ ഉണ്ട്. അപ്പൊ നാദസ്വരം മാത്രമേ ഉള്ളായിരുന്നു, വേറെ ഇനങ്ങൾ? സബ് ജില്ലയിലുണ്ടായിരുന്നു, കഥാപ്രസംഗം ഉണ്ടായിരുന്നു. സംസ്ഥാനത്ത് നാദസ്വരമാണ്. അപ്പൊ നാദസ്വരം എത്ര കാലമായി പഠിക്കുന്നു? 4-5 കൊല്ലം. 4-5 വർഷം. ഗുരുവാരാ? 2 പേരുണ്ട്, തിരുവാർപ്പ് ഗണേഷും അയ്മനം കലാബിജുരാജും. നല്ല ടഫായിട്ടുള്ള കോമ്പറ്റീഷൻ ആയിരുന്നോ? 8 പേരുണ്ടായിരുന്നു. 8 പേരുണ്ടായിരുന്നല്ലേ? അത്യാവശ്യം ടൈറ്റ് ആയിരുന്നു. എല്ലാവരും ഒന്നിനൊന്നും മെച്ചമായിരുന്നു അല്ലേ? റിസൾട്ട് വന്നോ? എ ഗ്രേഡ്. ഓക്കെ. അപ്പൊ നമുക്ക് എ ഗ്രേഡ് കിട്ടിയ നാദസ്വരം കേൾക്കാം. യെസ്. കലക്കാൻ അല്ലേ? എന്തൊക്കെ ഇതല്ലാതെ സിനിമാ ഗാനം വായിക്കോ? ഇല്ല, പഠിക്കുന്നതേ ഉള്ളൂ. ഓക്കെ. എന്തായാലും ഇത് തകർത്ത്. എ ഗ്രേഡ് ഉറപ്പല്ലേ? കിട്ടിയല്ലോ. ശരി. ശ്വാസം മുട്ടാറുണ്ടോ? ഉണ്ട്, പിന്നെ പ്രാക്ടീസ് ചെയ്ത് കുഴപ്പമില്ല ഇപ്പൊ. ആണല്ലേ? അല്ല, ട്രൈ ചെയ്തിട്ടുണ്ടോ വേറെ സിനിമാ പാട്ട്? ഇല്ല, പഠിച്ചു വരുന്നേ ഉള്ളൂ. അപ്പൊ കോട്ടയത്തിന് കപ്പ് ഉറപ്പ്. യെസ്. ഇൻട്രോവേർട്ടാണോ? എക്സ്ട്രോവേർട്ടാ? രണ്ടും കൂടെ മിക്സാണ്. അപ്പൊ ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് ഇനി അടുത്തൊരു ഇനത്തിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്ക് മറ്റൊരു വേദിയിലേക്ക് പെട്ടെന്ന് പോയി വരാം.
യെസ്, അങ്ങനെ അടുത്ത കലാകാരന്മാരുമായി നമ്മൾ റെഡിയാണ്. പക്ഷെ നമുക്കൊരു സന്തോഷ വാർത്തയുണ്ട്. കേരള വിഷൻ ഒരു സന്തോഷ വാർത്തയുണ്ട്. നമ്മുടെ തിരുവനന്തപുരത്തെ റിപ്പോർട്ടർ സൂര്യഗായത്രി. യെസ്, സൂര്യഗായത്രിക്ക് ഒരാളിൽ നിന്ന് ക്ഷണം കിട്ടിയേക്കുക. ആരാത്? എം മുകുന്ദൻ. എന്തിന്? അതെന്തിനാണെന്ന് കൂടെ. നിയമസഭാ പുസ്തകോത്സവത്തില് എം മുകുന്ദന്റെ പുസ്തകം ഏതാണ്? മയ്യഴിപ്പുഴയുടെ തീരങ്ങളിൽ. അതെ, അതിൽ കണ്ണൂരിൽ നിന്ന് ഒരു തിറ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ആ ഒരു പുസ്തകവുമായി റിലേറ്റ് ചെയ്തിട്ടാണ് തിറ അവതരിപ്പിച്ചത്. അതിൽ പിടിച്ച് സൂര്യഗായത്രി ഒരു ഗംഭീരമായിട്ടുള്ള ഒരു സ്റ്റോറി ചെയ്തു. അത് കണ്ടിട്ട് എം മുകുന്ദൻ സൂര്യഗായത്രിയെ മാഹിയിലേക്ക് ക്ഷണിച്ചിരിക്കുകയാണ്, കണ്ണൂരിലേക്ക്, മയ്യഴിയിലേക്ക് ക്ഷണിച്ചിരിക്കുന്നു. അതെ, എം മുകുന്ദൻ നമ്മുടെ നാട്ടിലേക്ക് സൂര്യഗായത്രി. അതെ അതെ, എന്തായാലും ഒരു സന്തോഷകരമായ ഒരു വാർത്ത തന്നെയാണ്. അപ്പൊ എങ്ങനെ കാര്യങ്ങൾ കാര്യങ്ങൾ എങ്ങനെയാ? ഗൂഗിൾ പേ ഉണ്ട്, ഫോൺ പേ ഉണ്ട്, സൂര്യഗായത്രിക്ക് പൈസ ഇട്ടുതരാം ഇല്ലേ? എന്തായാലും സന്തോഷകരമായ ഒരു വാർത്തയാണ്. ഫുൾ ക്രൂവിന് വേണ്ട കാര്യങ്ങൾക്കൊക്കെ ചെയ്തു തരണം. വേണ്ടതെല്ലാം അതായത് ഒരു സ്റ്റോറി കണ്ടിട്ട് ഒരാൾ വിളിക്കുക അല്ലെങ്കിൽ ക്ഷണം ലഭിക്കുന്നവരക്കാരനല്ല. അതെ അതെ, മലയാളത്തിന്റെ സ്വന്തം എം മുകുന്ദൻ. അതെ, എഴുത്തുകാരൻ, മലയാളത്തിന്റെ സ്വന്തം, മയ്യഴിയുടെ സ്വന്തം എഴുത്തുകാരൻ. അങ്ങനെ മയ്യഴിയിലേക്ക് പോവാണ് സൂര്യഗായത്രി. അടുത്ത് തന്നെ പോകുന്നതിന് മുമ്പ് ഞങ്ങൾക്കുള്ള ചെലവ് വന്നിട്ട് പോകണം. അതെന്തായാലും നമ്മുടെ യൂട്യൂബിൽ സൂര്യഗായത്രി ചെയ്ത വീഡിയോ ഉണ്ടാകും, ആ സ്റ്റോറി ഒന്ന് കാണണം അല്ലേ? അപ്പൊ നമ്മുടെ കുച്ചിപ്പുടി കലാകാരന്മാരാ. ഒരാൾ എറണാകുളം, ഒരാള് ഇതിലാരാ? തൃശ്ശൂർ. ധ്യാൻ. നക്കുൽ തൃശ്ശൂർ. എറണാകുളത്ത് എവിടാ? എറണാകുളത്ത് അങ്കമാലി. ഓക്കെ. തൃശ്ശൂര് എവിടാ? കൊടുങ്ങല്ലൂര്. അപ്പം നമുക്ക് ആ പരിപാടിയിലേക്ക് കടക്കാം അല്ലേ? ആദ്യം ആരാ? ഗുരു RLV സുബേഷ്. വിഷ്ണു RLV സുബേഷ്. വിഷ്ണുറാം. ഒരേ ഗുരുവാണ്. ഒരുമിച്ചുള്ള പെർഫോമൻസ്. എറണാകുളത്തിനാണോ തൃശ്ശൂരിനാണോ? പറയൂ. എറണാകുളം. തൃശ്ശൂര്. നോക്കാം, നോക്കാലോ. കാണാം. മ്യൂസിക്. നിങ്ങള് സുഹൃത്തുക്കളാണോ രണ്ടുപേരും? പക്ഷേ ഇത് വെച്ചിട്ട് നമുക്ക് ഏത് ജില്ലക്ക് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. കാരണം രണ്ടുപേരും പൊളിയാ. അതെ, ഒരു മാഷിന്റെ കീഴിൽ പഠിക്കുന്നതാ. രണ്ടുപേരും ഒന്നിനൊന്ന് മെച്ചം. ആർക്ക് കൊടുക്കും നമ്മൾ? ഇത് കണ്ടിട്ട് എറണാകുളത്തിന് കൊടുക്കാൻ പറ്റുമോ, എറണാകുളത്തിന് കൊടുക്കണോ തൃശ്ശൂരിന് കൊടുക്കണോ എന്ന് ചോദിച്ചാൽ നമ്മൾ പെട്ടുപോകും. നമ്മൾ കൊഴിഞ്ഞു. അപ്പൊ പിന്നെ നിങ്ങൾ പറ, തൃശ്ശൂർ കപ്പ് കൊണ്ടുപോകും? തൃശ്ശൂർ കപ്പ് കൊണ്ടുപോകും. എറണാകുളം കൊണ്ടുപോകും. ബാക്കി നിങ്ങൾ അയക്കും. അതെ, അപ്പൊ ഞങ്ങൾ തീ കൊളുത്തിയിട്ടുണ്ട്. യെസ്. അപ്പൊ താങ്ക് യു. ഇനി വേറെ ഏതൊക്കെ ഇനങ്ങളുണ്ട്? ഭരതനാട്യം ഉണ്ടായിരുന്നു കഴിഞ്ഞ്. ഇതിന് എ ഗ്രേഡ് അല്ലേ? ഭരതനാട്യം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 3 വർഷമായിട്ട് ഞാൻ ഭരതനാട്യത്തിന് വന്നോണ്ടിരിക്കുന്നു. അതിന് എ ഗ്രേഡ് ഉണ്ട്. അപ്പൊ നമ്മുടെ ഗുരുവിനെ എത്ര എ ഗ്രേഡ് കിട്ടി? 7 എ ഗ്രേഡ്. അപ്പൊ ഗുരു ഉണ്ടോ ഇവിടെ? ഗുരുവിനോട് പറയണം കേട്ടോ, കലക്കിന്ന് പറയണം കേട്ടോ. ഞങ്ങളുടെ അന്വേഷണം പറയണേ. ഓക്കെ. അപ്പൊ താങ്ക് യു. അപ്പൊ നമ്മളെ സ്റ്റോറിക്ക് ഇത്ര ഒരു റീച്ച്. ഇവിടെ സൂര്യ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ സൂര്യ വിളിച്ചാൽ. അതെ, ഷാൻചേട്ടൻ എഡിറ്റർ ഷിറാസ്ക എല്ലാം നിങ്ങൾ 3 പേരും കൂടെ കട്ടക്കിട്ട് തന്നാ മതി. ഷാൻചേട്ടാ, എങ്ങനായിരുന്നു ഒരു അനുഭവം വീഡിയോ ഒക്കെ ചിത്രീകരിച്ചത്? ഈ തിറ കണ്ടിട്ടില്ല, ആദ്യമായിട്ടാണ് തിറ അവിടെ വെച്ച് കണ്ടത്.
അപ്പോൾ ഐഡിയ ഒന്നും ഇല്ലായിരുന്നു, കുറച്ച് സമയം ഉണ്ടായിരുന്നുള്ളൂ, ഉള്ള സമയത്ത് ഷൂട്ട് ചെയ്തതാണ്. അയ്യോ എന്തൊരു ഭാവം, നമ്മളോട് ഇങ്ങനെയാണ്. അതെ, സൂര്യഗായത്രിയുടെ ഓഡിയോ. ഇന്ന് രാവിലെ ഞങ്ങൾ ഉച്ചയ്ക്ക് ഇതേപോലെ ഭക്ഷണം വാങ്ങി തരാൻ പറഞ്ഞു, ഇതേപോലെ ഭക്ഷണം വാങ്ങി തരാൻ പറഞ്ഞു. ഈ മനുഷ്യൻ പറഞ്ഞത് എന്താണെന്നറിയാമോ? ഞാൻ മറക്കത്തില്ല, ഇനി വേറെ വഴിയില്ല, ഞങ്ങൾ ക്യാമറയുടെ മുന്നിൽ കൊണ്ടുവന്ന് നിങ്ങളും സൂര്യഗായത്രിയും കൂടെ ചെലവ് തരണം. ഉറപ്പ്. സൂര്യഗായത്രിയുടെ സ്റ്റോറിക്ക് ക്യാമറ ചിത്രീകരിച്ചത് ഷാൻചേട്ടനാണ്, എഡിറ്റർ ഷിറാസക്കയാണ്. വലിയ ക്രൂ തന്നെ അതിന്റെ പുറകിലുണ്ട്. സൂര്യയുടെ വരികൾക്ക് ക്യാമറ കൊണ്ട് മറുപടി ക്യാമറ ചലിപ്പിച്ചത് ഷാൻചേട്ടനാണ്. അങ്ങനെ ഷാൻചേട്ടനും പോവും മയ്യഴിയിലേക്ക് സൂര്യയുടെ കൂടെ. യെസ്. അപ്പൊ ഇനി അടുത്തതെന്താ? ഇവന്റ് എന്താണ്? കോർഡിനേറ്റർ ഇവിടെ അടുത്തതെന്താ? നാടോടി നൃത്തം. കോർഡിനേറ്റർ വേറെ ലോകത്താ. അതെ. അപ്പം നാടോടി നൃത്തം വെറൈറ്റി ലുക്ക്. ഇതെന്താ ടീമെന്താ? ലോക സിനിമയിലെ ഓ നീലി. ഇത് ഞാൻ ഇന്നലെ നമുക്ക് എന്തായാലും വിശേഷത്തിലേക്ക് വരാം. ഏത് ജില്ലയാണ്? ഞാൻ കാസർഗോഡ്. ഉദുമയാണ്. ഇന്നലെ ഞാൻ അച്ഛനെ കണ്ടായിരുന്നു. അച്ഛനുണ്ടോ ഇവിടെ? ഒരു ചേച്ചിയുണ്ടോ? ചേച്ചി അനിയത്തി ആരെങ്കിലും ഉണ്ടോ? ചേച്ചിയുണ്ടോ ഇതേപോലെ ഫോക്ക് ഡാൻസ്? ഉണ്ട്. ചേച്ചിയുടെ ഏതാ മറ്റേ ഈ ട്രാൻസ്ജെൻഡർ അതാണോ? ഞാൻ ഇന്നലെ അച്ഛനെ കണ്ടായിരുന്നു. അച്ഛനുണ്ട്. അച്ഛൻ ഇവിടെ മാമനായിരുന്നു. ഓക്കെ, മാമനെയാ കണ്ടത്. ഓക്കെ, മാമൻ പറഞ്ഞായിരുന്നു ഇങ്ങനൊരു ഉണ്ട്. അപ്പം വെറൈറ്റി ഞങ്ങൾ ഇങ്ങനെ സംസാരിച്ചപ്പോഴാ വെറൈറ്റി സബ്ജക്ട് ആണോ? യെസ്. അമ്മേ, അതെ, കൊച്ചുമോളാണോ? എങ്ങനെയുണ്ട് കൊച്ചുമോള്? തകർത്തോ? കുറച്ചൊന്ന് മുമ്പോട്ട് വെക്കാവോ? കുറച്ചൊന്ന്. കൊച്ചുമോളുടെ ഡാൻസ് സ്റ്റേജിൽ നിന്ന് കണ്ടായിരുന്നു അമ്മ? കണ്ടായിരുന്നു. എങ്ങനെയുണ്ട് കൊച്ചുമോള്? നല്ലതായിരുന്നല്ലേ? അപ്പം കാസർഗോഡ് കപ്പടിക്കുവോ? അടിക്കും. അതെ. അപ്പൊ നമുക്ക് കൊച്ചുമോളുടെ ഡാൻസ് ഒന്നും കൂടെ കാണാം. ഓക്കെ, മ്യൂസിക് റെഡിയാണോ? ഓക്കെ, മോളുടെ പേര്? ഋഷിക. ഓക്കെ, നമുക്ക് മ്യൂസിക് റെഡിയാണോ? ഓക്കെ, ഡാൻസിലോട്ട് കിടക്കാം. നീലി അവൾ വരുന്നു, അധർമ്മം ചുട്ടരിക്കാൻ. കള്ളിയാങ്കാട്ടുനീലി. നമകയൂരു ഭൂതയൂരു നീലിയൂരു നമകതായി തന്റെ നീലിയമ്മ. കാട് കറുത്ത കാട് കുടകുകാട് നമകാട് മലബണ്ടാര കൂട്ടം വാഴും കാട് കാട്ടറജൻ മണി കെട്ടിയ കാനന കോവിൽ കാട്ടുവാസി തിരിവയ്ക്കും കാളിപ്പൊത്ത്. അന്നൊരമാവാസി നാളിൽ കാട്ടരാജൻ കോവിലിൽ വന്ന നാളിൽ കാണുവാനില്ലയ പൊന്മണി കിങ്കരന്മാർ മണി തേടി കാടു ചുട്ടു. കാളിപ്പൊത്തിൽ കരിങ്കാളികാലിൽ നീലി കെട്ടിയ കനകമണി. കാതുകളുണ്ടായിട്ടും കേട്ടില്ല രാജൻ, കേണു പറഞ്ഞതൊന്നും കണ്ടില്ല രാജൻ. അടുത്തൊരപ്പനെ കുത്തി വീഴ്ത്തി നീലിയെ കാലിൽ കെട്ടിത്തൂക്കി ആഞ്ഞു വരുന്നൊരാളമ്മയെ മാറ്റി കിങ്കരന്മാർ നീലിതൻ തലകറുത്തു. കൊള്ളാം. ലോക സിനിമയിലെ നീലിയ. അതെ. ആ നാക്കൊക്കെ നീട്ടിക്ക്. എനിക്കൊന്നും അത്ര പോകത്തില്ല കേട്ടോ. അതല്ല, അപ്പം ആരാണ് ഈ തീം എടുക്കാമെന്ന് ഈ തീം സെലക്ട് ചെയ്തത് ആരാ? മാഷാണ്. ഇത് ചിട്ടപ്പെടുത്തിയതൊക്കെ മാഷാണ് അല്ലേ?
അപ്പൊ മാഷിന്റെ പേര്? അരുൺ അമ്പലത്ത്. അരുൺ അമ്പലത്ത്. സ്കൂൾ ഏതായിരുന്നു? GHS ബാര. ജീസസ് ബാര. ബാര. ഉദുമയില. ഇതിനകത്തൊരു വെറൈറ്റി. സാധാരണ ചെലങ്കയുടെ ഒരിതും ഇതും തമ്മിൽ വ്യത്യാസം ഉണ്ടല്ലോ, അതെന്താ? കളറോ? കളറിനകത്തൊരു വ്യത്യാസമില്ലേ? ഇത് നോർമൽ ആയിട്ടുള്ളതാണോ, അത് ഇതിനു വേണ്ടി അങ്ങനെ എടുത്തതാണോ? അല്ല, അത് ഒരു വെറൈറ്റിക്ക് വേണ്ടിട്ട് എടുത്തത്. വെറൈറ്റിക്ക് വേണ്ടി എടുത്തതാണോ? അപ്പം ഇതിന്റെ റിസൾട്ട് വന്നോ? ഇല്ല, വന്നില്ല. എ ഗ്രേഡ് ഉറപ്പല്ലേ? ഫുൾ നല്ല അടിപൊളിയായി കളിച്ചില്ലേ? എന്താ എ ഗ്രേഡ് ഉറപ്പല്ലേ? എ ഗ്രേഡ് ഉറപ്പല്ലേ കൊച്ചുമോ? അനീത്തി പറ. അനീത്തിയാണോ എ ഗ്രേഡ്? ഉറപ്പ്. അമ്മേ, കൊച്ചുമോൾക്ക് എ ഗ്രേഡ് കൊടുക്കാം. അമ്മക്ക് ഇഷ്ടായി. അതെ. അപ്പം എന്തായാലും താങ്ക് യു മോളെ. കാസർഗോഡിന് കപ്പുറപ്പല്ലേ? കോൺഫിഡൻസ് ഞങ്ങളുടെ കോൺഫിഡൻസ് വാരി കൊടുക്കുക. ഇഷ്ടം പോലെ ഉണ്ട് ഇവിടെ. ഫ്രീ ആയിട്ടിരിക്കല്ലോ, കൊടുക്കാം. അപ്പൊ ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് അപ്പോഴേക്കും അടുത്ത ഇനമായി വരുമ്പോഴേക്കും മറ്റൊരു വേദിയിലേക്ക് പെട്ടെന്ന് പോയി വരാം. പൂരം പവേർഡ് ബൈ ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, വിശ്വാസത്തിന്റെ വളർച്ചയുടെ സ്ഥിരതയുടെ പൂരം പവേർഡ് ബൈ ഫ്യൂച്ചർ വെൽത്ത് ഗ്രൂപ്പ്, വിശ്വാസത്തിന്റെ വളർച്ചയുടെ സ്ഥിരതയുടെ പാരമ്പര്യം. അസോസിയേറ്റ് സ്പോൺസർ Aquila Finance, the legacy of trusted service since 1995. ജൻലാഗ് NC തിന്നർ, മികച്ച ഫിനിഷിംഗ്, ഉറപ്പുള്ള ഗുണമേന്മ. തിന്നറിൽ ഹേമൻ. വിസ്മയ അമ്യൂസ്മെന്റ് പാർക്ക്, പറശ്ശിനിക്കടവ്, കണ്ണൂർ. Kochi's most sought after affordable lending library and co-working space. വെൽക്കം ബാക്ക്. അങ്ങനെ നമ്മൾ വീണ്ടും എത്തിയിരിക്കുകയാണ്. നമുക്ക് ഈ ഒരു കഥ എല്ലാവർക്കും അറിയുന്നതാണ്. അഖിൽ ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദിയിലെ ആ ബുക്ക് ഓൾറെഡി ബെസ്റ്റ് സെല്ലിംഗ് ബുക്കാണ്. ആ ബുക്കിലെ ഏറ്റവും പ്രധാനപ്പെട്ട കഥാപാത്രം മല്ലി അല്ലേ? അതല്ലേ ക്യാരക്ടർ? നാടോടി നൃത്തത്തില് മല്ലിയെ തെരഞ്ഞെടുക്കാനുള്ള കാരണം എന്താ? നോവൽ വായിച്ചതിന്റെ ഇൻസ്പിരേഷൻ കാരണമാണ്. പിന്നെ പാരന്റ്സ് എല്ലാം പറഞ്ഞു ഈ ഐറ്റം എടുക്കാൻ. നോവൽ വായിച്ചപ്പോ എന്താണ്, വാട്ട് യു ഫീൽ? അത് മല്ലിയുടെ ക്യാരക്ടർ നല്ലോണം വ്യത്യാസമാണ്. പിന്നെ മല്ലിയുടെ മരണം വളരെ ഹേർട്ട് ചെയ്തു, അങ്ങനെ എടുത്തു. അവസാന ഭാഗം അല്ലേ, കുപ്പത്തൊട്ടിൽ മല്ലിയുടെ മൃതദേഹം കണ്ടെത്തി എന്ന് പറഞ്ഞൊരു ഭാഗം വളരെ ഹേർട്ട് ടച്ചിങ് ആണ്. അതിനെ ആസ്പദമാക്കിയാണ് നാടോടി നൃത്തം ചെയ്യുന്നത്. ഓക്കെ, അപ്പം പാട്ട് റെഡിയാണോ? ഓക്കെ, അതാ പാട്ട് കൊടുക്കാതെ. அந்த போலீஸ்காரன் போயாச்சா, அவங்களும் ரொம்ப தொந்தரவு.
വീട്ടിലേക്കെന്നും കസയച്ചിടും ഒരു ദിനം പോലും മറക്കാതെ പഠനത്തിൻ വിലയറിഞ്ഞ അടുത്തുള്ള കോളേജിൽ ട്രാൻസ്ജെൻഡർ കോട്ടയിൽ നൃത്തം പഠിച്ചിടാൻ നർത്തകിയായിടാൻ അഡ്മിഷൻ. ഗംഭീരം. എന്തായാലും ആ റാം കെയർ ഓഫ് ആനന്ദിയിലെ മല്ലിയുടെ എല്ലാ വാക്കുകളും ആ ലൈൻസിലുണ്ടല്ലേ. എത്ര പേര് ഇവിടെ റാം കെയർ ഓഫ് ആനന്ദി വായിച്ചിട്ടുണ്ട്? ഒന്ന് കൈവെക്കോ. വായോ കുട്ടിയുടെ മാഷാണോ? ഓക്കെ, മാഷാണ്. ഓക്കെ, ഈ ഒരു ബുക്ക് സെലക്ട് ചെയ്യാൻ കാരണം എന്താ മാഷേ? തീർച്ചയായിട്ടും ഒരു കാലത്ത് ഭയങ്കര കത്തിപ്പടർന്ന ഒരു നോവലാണ്. അധികം വായനാശീലമില്ലാത്ത ആൾക്കാരെയും വായനയിലേക്ക് തിരിച്ചുവിട്ട ഒരു സിനിമാറ്റിക് നോവലാണ് അല്ലേ? അപ്പൊ അങ്ങനെ മല്ലി വായിച്ച സമയത്ത്, ഈ റാം കെയർ ഓഫ് ആനന്ദി വായിച്ച സമയത്ത് മല്ലി എന്ന് പറയുന്ന ക്യാരക്ടർ എനിക്ക് ഭയങ്കരമായിട്ട് ഹോണ്ട് ചെയ്തു. മല്ലി, ആനന്ദി, റാം എല്ലാവരും. അതിൽ തന്നെ മല്ലിക്കുണ്ടായ ഒരു ദുരവസ്ഥയും ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റിയോട് നമുക്ക് തോന്നുന്ന ഒരു അനുകമ്പയും അവരനുഭവിക്കുന്ന വിഷമങ്ങളും എല്ലാം മനസ്സിലാക്കിയപ്പോൾ നാടോടി നൃത്തം ഞാൻ എഴുതുന്ന സമയത്ത് മല്ലിയെ ഡെപിക്ട് ചെയ്താലോ എന്നൊരു ആലോചന തോന്നി. അങ്ങനെ ഇതിലേക്ക് എത്തി. ആ കുട്ടി നന്നായിട്ട് പെർഫോം ചെയ്തു എന്ന് വിചാരിക്കുന്നു. തീർച്ചയായും. കുട്ടിയുടെ പെർഫോമൻസ് എങ്ങനെ ഉണ്ടായിരുന്നു? എങ്ങനെയുണ്ട്? റാം കെയർ ഓഫ് ആനന്ദി വായിച്ചവർക്കറിയാം മല്ലി അനുഭവിച്ച അതൊരു യഥാർത്ഥ കഥയാണ് അല്ലേ? അതായത് അഖിൽ പി ധർമ്മജനുമായിട്ട് ഞാൻ സംസാരിച്ചിരുന്നു. അപ്പൊ അഖിൽ ബ്രോ എന്നോട് പറഞ്ഞത് പുള്ളി ഈ ട്രാൻസ്ജെൻഡർ കമ്മ്യൂണിറ്റി ആയിട്ട് കുറെ ഇടപഴകി അതിൽ നിന്ന് പുള്ളി പ്ലോട്ട് ചെയ്ത് കൊണ്ടുവന്ന ഒരു ക്യാരക്ടറാണ്. അപ്പം അതാണ് എന്നോട് പറഞ്ഞ കാര്യം. ഇപ്പം റിയലി ഞാനത് മൂവി വരാൻ നിൽക്കുവാണല്ലോ. റിയലി എക്സൈറ്റഡ് ആണ് മൂവി അതെങ്ങനെ ബിഗ് സ്ക്രീനിൽ കാണാം എന്നുള്ളത്. അതെ, വായിച്ച അല്ലെങ്കിൽ അഖിൽ പി ധർമ്മജന്റെ റാം കെയർ ഓഫ് ആനന്ദി വായിച്ച എല്ലാവർക്കും അറിയാൻ പറ്റും അതൊരു സിനിമയാകാൻ പോവുകയാണ്. അപ്പൊ ആ സിനിമയിലെ നടി ആരാണ്, നായിക ആരാണ് എന്നൊരു ആകാംക്ഷ എല്ലാവർക്കും ഉണ്ട്. അതിനകത്തെ മല്ലി ആരാണ്, മല്ലി കഥാപാത്രത്തിനാണ് എല്ലാവരും ഏറ്റവും കൂടുതൽ കാത്തിരിക്കുന്നത്. അതിനകത്തെ പാട്ടി, അങ്ങനെ ഓരോരോ കഥാപാത്രങ്ങളുണ്ടല്ലേ? അതെ. എന്തായാലും നല്ല ഗംഭീരമായിട്ട് കളിച്ചു. ആര് ചെയ്താലും അത് ഭയങ്കര വെല്ലുവിളിയായിരിക്കും. ആ ആക്ട്രസിന് കിട്ടുന്ന, അല്ലെങ്കിൽ ആക്ടറാണോ ആക്ട്രസ് ആണോ ചെയ്യാൻ പോകുന്നതെന്ന് എനിക്കറിയില്ല. വാട്ട് എവർ, അത് അയാൾക്ക് കിട്ടുന്ന അയാളുടെ ലൈഫിലെ കരിയർ ബെസ്റ്റ് സാധനമായിരിക്കും. തീർച്ചയായും. കാരണം ആ ബുക്ക് വായിച്ചതിനകത്ത് ഓരോരുത്തരും മനസ്സിലൊരു മല്ലിയെ സങ്കല്പിച്ചിട്ടുണ്ട്. ആ മല്ലി തന്നെ ആയിരിക്കും ചിത്രത്തിലും അരങ്ങേറേണ്ടത് എന്ന് തന്നെയാണ്. അതെ, നമ്മൾ 5 മിനിറ്റിൽ മാക്സിമം മല്ലിയുടെ ആത്മാവ് പോകാത്ത രീതിയിൽ, കഥയുടെ ആത്മാവ് ചോരാത്ത രീതിയിൽ കൊണ്ടുപോകാൻ ശ്രമിച്ചിട്ടുണ്ട്. എന്നാണെങ്കിലും വളരെ സന്തോഷം. അതെ, താങ്ക് യു. എന്തായാലും നല്ലൊരു കോസ്റ്റ്യൂം ഒക്കെയാണ് കേട്ടോ സെലക്ട് ചെയ്തേക്കുന്നത്. ആ മല്ലിക്ക് പറ്റിയ രീതിയിലുള്ള ഒരു കോസ്റ്റ്യൂമാണ്. എ ഗ്രേഡ് കിട്ടിയോ? റിസൾട്ട് വന്നില്ലല്ലേ? വന്നിട്ടല്ലേ? ഓക്കെ. എന്തായാലും എ ഗ്രേഡ് കിട്ടും. കാരണം നല്ലൊരു ക്യാരക്ടർ തന്നെയാണ് എടുത്തിരിക്കുന്നത്. ഏത് ജില്ലയായിരുന്നു? കാസർഗോഡാണല്ലേ. എങ്ങനെ കപ്പ് തൂക്കുവോ? എങ്ങനെ മാഷേ, കാസർഗോഡ് കപ്പ് തൂക്കുവോ? കാസർഗോഡ് ഹാർഡ് വർക്ക് ചെയ്ത കുട്ടികൾക്ക് എ ഗ്രേഡ് ലഭിക്കട്ടെ എന്നേ ഉള്ളൂ. നന്നായിട്ട് വർക്ക് ചെയ്യുന്ന ആർക്കാണെങ്കിലും അവര് കപ്പ് തൂക്കട്ടെ. നമ്മുടെ കുട്ടി എങ്ങനെ? നമ്മുടെ കുട്ടി നല്ല കുട്ടിയാണ്. ഇവർ രണ്ടുപേരും കസിൻസ് ആണ് ആക്ച്വലി. ഒരാൾ അപ്പീലും ഒരാൾ ഡയറക്ട് എൻട്രി ആണ്. അപ്പം ഇയാളാണ് അപ്പീലിൽ വന്നിരിക്കുന്നത്. അപ്പം മറ്റേ ആളുടെ മുകളിൽ കയറിയാലാണ് ഇയാൾക്ക് ഗ്രേസ് മാർക്ക് വരിക. എനിഹൗ നന്നായിട്ട് പെർഫോം ചെയ്യാൻ പറ്റി, അത് തന്നെ വലിയ കാര്യം. അതെ. താങ്ക് യു. എന്തായാലും നല്ലൊരു ടീം തന്നെയാണ് വന്നത്. റാം കെയർ ഓഫ് ആനന്ദി എന്ന ബുക്കിനകത്തെ മല്ലിയുടെ കഥാപാത്രത്തെയാണ് ഇത്തവണ നാടോടി നൃത്തത്തിലൂടെ ഒരു കാസർഗോഡുകാരി അവതരിപ്പിച്ചിരിക്കുന്നത്. അടുത്ത ഐറ്റം ആരാണ്? അടുത്ത ഐറ്റം ചേച്ചി വായോ. ഓക്കെ, പേര്? ദേവി വൈണിക, അദ്വിക, ശ്രീയ, അർച്ചിത, അതിഥി, പിടിച്ചോ, അൽഫോൻസോ, ഗൗരി. ഓക്കെ, നിങ്ങൾ ഏത് ജില്ലക്കാരാണ്? കോഴിക്കോട്. അങ്ങനെ കപ്പെടുക്കുവോ? കപ്പെടുക്കാൻ സാധ്യതയുണ്ടോ? പിന്നെ പുഷ്കരം നിങ്ങളുടെ കാര്യമല്ല. രാധികനെ ഞാൻ അപ്പോ ചേട്ടെ എനിക്കത് വേണ്ട. ദാരിദ്ര്യത്തിൽ നിന്ന് രക്ഷിക്കാൻ വിചാരിച്ചപ്പം അതെ തൽക്കാലം ഒരു ചെറിയ പണി പഞ്ചായത്ത് തന്നിട്ടുണ്ടേ, നമുക്കത് മതി. പഞ്ചായത്ത് പേരൻസ് ഒക്കെ വന്നിട്ടുണ്ട്. ഓക്കെ, ഏത് സ്കൂളുകാരാ?
പ്രോവിഡൻസ് ഗേൾസ് ഹൈസ്കൂൾ. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു കോമ്പറ്റീഷൻ, കൂടിയാട്ടം? 14 ടീമുകളും ഉണ്ടായിരുന്നു. അത്യാവശ്യം കുറെ പേരുണ്ടായിരുന്നോ? നല്ല കോമ്പറ്റീഷൻ ആയിരുന്നു. നല്ല പേരുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, ശരി. ഓക്കെ, നമുക്ക് അവർക്ക് വാദ്യങ്ങളും അതോ മേക്കപ്പ് ഒക്കെ അയച്ചതുകൊണ്ട് നമുക്ക് അവർക്ക് കൂടിയാട്ടം ഇവിടെ ചെയ്യാൻ പറ്റില്ല എന്നതാണ് പറഞ്ഞിരിക്കുന്നത്. എന്തായാലും കുഴപ്പമില്ലാത്ത രീതിയിൽ കുട്ടികൾ പെർഫോം ചെയ്തു എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഓക്കെ, നമുക്കൊരു വേദിയിലേക്ക് പോകാം. ആ സമയത്ത് നമുക്ക് അടുത്ത കുട്ടി റെഡിയാണ്. നമുക്കൊരു ചെറിയ വേദിയിലോട്ട് പോയിട്ട് വരാം. കലോത്സവ വേദിയിലേക്ക് തിരികെ പോകാം. അതിനു മുന്നേ കുറച്ച് കലോത്സവ വിശേഷങ്ങളുള്ള റിപ്പോർട്ടുകളിലേക്ക് പോവുകയാണ്. ആദിലക്ഷ്മിക്ക് ഗുരുവാണ് അച്ഛൻ ലൈജു. ആദിലക്ഷ്മിയെ ചെറുപ്പം മുതലേ നൃത്തം പഠിപ്പിക്കുന്നത് അച്ഛനാണ്. കഴിഞ്ഞ 2 വർഷം കാസർഗോഡിന് വേണ്ടി മത്സരിച്ച ആദിലക്ഷ്മി ഇത്തവണ കൊല്ലം ജില്ലയ്ക്ക് വേണ്ടിയാണ് കലോത്സവ വേദിയിലെത്തിയത്. റിപ്പോർട്ട് കാണാം. ആദിലക്ഷ്മിക്ക് അച്ഛനാണ് ഗുരു. കഴിഞ്ഞ 2 വർഷമായിട്ട് സംസ്ഥാന സ്കൂൾ കലോത്സവ വേദിയിൽ ഈ കൊച്ചുമിടുക്കി എത്തുന്നുണ്ട്. കഴിഞ്ഞ 2 തവണയും എ ഗ്രേഡ് കരസ്ഥമാക്കിയാണ് ഇവിടെ നിന്നും മടങ്ങിയിട്ടുള്ളത്. കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടിയാണ് കഴിഞ്ഞ 2 തവണയും മത്സരിച്ചിട്ടുണ്ടായിരുന്നത്. ഇത്തവണ എങ്ങനെയാണ്? കൊല്ലം ജില്ലയ്ക്ക് വേണ്ടിയാണെന്നാണ് അറിയുന്നത്. അതെ, എൻ്റെ നാട് കൊല്ലമാണ്. പക്ഷെ ഞാൻ 9th 10th കാസർഗോഡ് നിന്നാണ് റെപ്രസെൻ്റ് ചെയ്ത് വന്നത്. അതായത് അമ്മയ്ക്ക് ഹയർ സെക്കൻഡറി അധ്യാപികയാണ്. അപ്പോൾ അമ്മയ്ക്ക് കാസർഗോഡ് പോസ്റ്റിംഗ് വന്നപ്പോൾ 9th 10th അവിടെ പഠിച്ചത്. അപ്പോൾ അവിടെ കേരള നടനത്തിന് കാസർഗോഡ് ജില്ലയിൽ നിന്ന് ഫസ്റ്റ് ഉണ്ടായിരുന്നു. സ്റ്റേറ്റിൽ വന്ന എ ഗ്രേഡും ആയിരുന്നു. അപ്പോൾ ഇപ്രാവശ്യം തിരിച്ച് അമ്മയ്ക്ക് ട്രാൻസ്ഫറായി നാട്ടിൽ തന്നെ വന്നു. കൊല്ലം ജില്ലയിൽ നിന്ന് ജില്ലയ്ക്ക് ഫസ്റ്റ് കിട്ടി. ഇപ്പോൾ കളിച്ചിറങ്ങിയതേ ഉള്ളൂ. അച്ഛനാണ് ഗുരു. അച്ഛനാണ് ഡാൻസ് പഠിപ്പിക്കുന്നത്. അച്ഛനെ നമുക്ക് വേണ്ടി ഒന്ന് പരിചയപ്പെടുത്താം. ഗുരുവാണ്, അച്ഛനാണ്. എത്രാം ക്ലാസ് മുതലാണ് മകളെ പഠിപ്പിക്കാൻ തുടങ്ങിയത്? 3ാം ക്ലാസ് തൊട്ട് പഠിക്കുന്നുണ്ട്. അപ്പം 3ാം ക്ലാസ് തൊട്ട് തന്നെ മോഹിനിയാട്ടം അടവുകളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഭരതനാട്യം, കുച്ചിപ്പുടി, ഫോക്ക് ഡാൻസ് എല്ലാം ചെയ്യുന്നുണ്ട്. ഇപ്പോൾ കോമ്പറ്റീഷൻ വന്നു തുടങ്ങിയത് കുച്ചിപ്പുടിയും മോഹിനിയാട്ടവും കേരളമാണ്. ഇപ്രാവശ്യം കുച്ചിപ്പുടിക്ക് 3rd ആയിപ്പോയി ജില്ലയിൽ. മോഹിനിയാട്ടവും കേരളമാണ് ഫസ്റ്റ് കിട്ടി. മോഹിനിയാട്ടം കഴിഞ്ഞ് മെനങ്ങാന്ന് എ ഗ്രേഡ് ഉണ്ട്. ഇനിയിപ്പോൾ കേരളം കളിച്ച് കഴിഞ്ഞതേ ഉള്ളൂ. 3 വർഷം കൊണ്ട് വരുന്നുണ്ട് കേരളത്തിന്. ഇത് 3ാമത്തെ വർഷം കേരളമാണ്. അച്ഛൻ്റെ പേര്? ലൈജു, RLV ലൈജു. ലൈജു. ഒരുപാട് സ്റ്റുഡൻസ് വേറെ ഇവിടെ ഉണ്ടോ? സ്കൂൾ കലോത്സവത്തിന് എത്തിച്ചിട്ടുണ്ടോ? 1-2 പേരൊക്കെ ഉള്ളൂ. അതോടൊപ്പം തന്നെ ചോദിക്കേണ്ട ഒരു കാര്യമാണ്, കോൺഫിഡൻസ് ഉണ്ടായിരുന്നു എന്നറിയാം. എങ്ങനെയായിരുന്നു പ്രാക്ടീസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു? പ്രാക്ടീസ് അച്ഛനാണ് എന്നെ പഠിപ്പിക്കുന്നത്. പ്രാക്ടീസൊക്കെ ഇന്നലെ നമ്മൾ അമ്മയുടെ സ്കൂളിലാണ്, അമൃതയുടെ. ഇവിടെ ബ്രഹ്മസ്ഥാനം ഉണ്ട്. അപ്പോൾ അവിടെ പ്രാക്ടീസ് ചെയ്യാനും അവിടെ അമ്പലത്തിലൊക്കെ കളിച്ച് തൊഴുത് പ്രാർത്ഥിച്ചിട്ടൊക്കെ വന്നത്. ഇന്നലെ രാത്രിയും അവിടെ അമ്മയുടെ അടുത്ത് പോയി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ജില്ലാ മത്സരങ്ങളിലൊക്കെ കോമ്പറ്റീഷൻ ഉണ്ടായിരുന്നോ? നല്ല കോമ്പറ്റീഷൻ. കൊല്ലത്തിന് വേണ്ടിയാണ്, കഴിഞ്ഞ 2 തവണയും കാസർഗോഡിന് വേണ്ടിയാണ്. തവണയും കൂടി ഇവിടുന്ന് പോകുമ്പോൾ ഹാർഡ് ട്രിക്ക് കൊണ്ട് വേണം പോവാൻ. പ്രതീക്ഷയിലാണ്. അതോടൊപ്പം തന്നെ ചോദിക്കുകയാണ്, കലാമേഖലയാണോ തിരഞ്ഞെടുക്കാൻ താല്പര്യം, അതോ വേറെ എന്തെങ്കിലും ആഗ്രഹമുണ്ടോ, അംബിഷൻ? അല്ല, പക്ഷേ കലയും കൊണ്ടുപോകും. പക്ഷേ കലാമേഖല വേറെ പഠിക്കാനാണ്. എനിക്ക് എയിലോട്ട് പോകാനാണ് ഇഷ്ടം. പക്ഷെ ഡാൻസ് ഒരിക്കലും വിടത്തില്ല. എങ്ങനെ ഉണ്ടായി മോളെ അവിടെ കണ്ടപ്പോൾ? എന്താ തോന്നിയത്? കഴിഞ്ഞ 2 വർഷങ്ങളായിട്ട് വരുന്നുണ്ടെന്നറിയാം. സ്റ്റേജിൽ സംസ്ഥാന സ്കൂൾ കലോത്സവ വേദി എല്ലാവരും കൊതിക്കുന്ന ഒരു സ്റ്റേജാണ്. അവിടെ കണ്ടപ്പോൾ എന്താ തോന്നിയത്? വളരെ സന്തോഷം, ഭാഗ്യം, ദൈവത്തിൻ്റെ അനുഗ്രഹം, അത്രയേ ഉള്ളൂ. നന്നായിട്ട് ചെയ്തു. നന്നായിട്ട് എക്സ്പ്രഷനൊക്കെ നല്ല
അപ്പോൾ എന്തായാലും നമുക്കും സന്തോഷം. കാരണം ഒരു ഗുരു ശിഷ്യ ബന്ധം എന്ന് പറയുമ്പോൾ അത്രത്തോളം പ്യുവറായിട്ടുള്ള ഒരു കാര്യമാണ്. ഇവിടെ സ്വന്തം അച്ഛനാണ് ആദിലക്ഷ്മിയുടെ ഗുരു എന്ന് പറയുന്നത്. അതൊരു അനുഗ്രഹം തന്നെയാണ്. ക്യാമറാമാൻ ജിഷ്ണു കെയറിനൊപ്പം വിജിത, കേരള വിഷൻ ന്യൂസ്, തൃശ്ശൂർ. അങ്ങനെ നമ്മൾ വീണ്ടും ഒരു നാടോടി നൃത്തത്തിലേക്ക് കടക്കുകയാണ്. ഏത് ജില്ലയാണ്? കോട്ടയംകാരിയാണല്ലേ. റിസൾട്ട് വന്നോ? എ ഗ്രേഡ് ആണ്. ഓക്കെ, നമുക്ക് ആ എ ഗ്രേഡിന്റെ പെർഫോമൻസ് ഇവിടെ നിന്ന് കണ്ടാലോ? ഓക്കെ, മ്യൂസിക് റെഡി ആണോ? ഓക്കെ, നമുക്ക് നേരെ പാട്ടിലോട്ട് കയറാം. കഴുകിയവൾ പതിയെ പതിയെ നടന്നകന്നു. തണലായി ദേവന്റെ അരികിലെന്നും കൊഞ്ചിക്കുഴഞ്ഞവൾ കുണുങ്ങി നിന്നു. പാടവരമ്പിന്നറ്റത്ത് തമ്പ്രാൻ ചിരിയോടെ കളിയായി അടുത്തു വന്നു. ചിരുത പെണ്ണിനെ നോക്കി നിന്നു. ആ അഴകിൽ തമ്പ്രാൻ മയങ്ങി നിന്നു. ചതിയൊരുക്കി ദേവനെ തീർക്കാൻ നാളൊരുങ്ങി. കൂട്ടം ചേർന്ന് കഥമെനഞ്ഞു നെല്ലുകട്ടെന്നു മുദ്രകുത്തി. നാട്ടുകൂട്ടം ചേർന്ന് ദേവനെ ആറ്റിൽ മുക്കി താഴ്ത്തി. ഇതു കേട്ട ചിരുത നെഞ്ചു പൊട്ടി തേങ്ങി. ദൈവഹിതമോ നീച ചിന്തയോ? ഒളികണ്ണ തമ്പ്രാനെ വിളിച്ചു. അവൾ പകയോടെ ചിരിതൂകി നിന്നു. കൊതിയോടെ തമ്പ്രാൻ അരികിലെത്തി. എങ്ങനെയുണ്ടായിരുന്നു? എങ്ങനെയുണ്ട് അച്ഛാ? അടിപൊളി അടിപൊളി. ഇഷ്ടായോ? ഇഷ്ടായി. എന്താണ് ശരിക്കും ഇതിന്റെ ഒരു കഥ? തീം ഒന്ന് പറയോ? ചുരുക്കി പറയണേ. കൊയ്ത്തുകാരിയാണ്. ആ നല്ല തമ്പ്രാൻ ഇവിടെ ഭയങ്കര ഇഷ്ടമായിരുന്നു. പക്ഷെ ഇവക്ക് ഓൾറെഡി വേറൊരു കാമുകനുണ്ട്. അപ്പൊ പുള്ളി ഈ തമ്പ്രാൻ ഇവളുടെ ദേഹത്ത് കയറി പിടിക്കുമ്പം പുള്ളി ഇത് കാണും. ഓ, പഴയ തീം അനുസരിച്ചല്ലേ? അങ്ങനെ ഈ തേവർ എന്നാണ് ഇവളുടെ ശരിക്കും കാമുകന്റെ പേര്. തേവരെ തമ്പ്രാൻ കൊല്ലും. ഓക്കെ, അപ്പൊ തമ്പ്രാനെ ഇവള് കൊല്ലും. ഓക്കെ, കേതയ്ക്കുന്നു. വേണ്ട. ഓക്കെ, എ ഗ്രേഡ് ആണോ? അതെ, റിസൾട്ട് വന്നു. എ ഗ്രേഡ് ആണ്. ഓക്കെ, ശരി. ഇതിനകത്ത് പാട്ട് പാടാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോ? പാട്ട് ഭരതനാട്യാണോ? ആണോ? കുഴപ്പമില്ല, വായോ. പാട്ടുണ്ടോ കയ്യില്? ഇല്ല, പാട്ടൊന്നുമില്ല. ഭരതനാട്യമാണ്. ഏത് ജില്ലയാണ്? കോട്ടയം ജില്ല. കോട്ടയം. ഓക്കെ, എങ്ങനെ ഉണ്ടായിരുന്നു പരിപാടി? അടിപൊളിയായിരുന്നു. ഭയങ്കര ടഫാണോ? ടഫാണ്, പക്ഷെ കുഴപ്പമില്ല. ആദ്യമായിട്ടാണോ കലോത്സവത്തില്? സ്റ്റേറ്റിൽ ആദ്യമായിട്ടാണ് അല്ലേ? ഓക്കെ, നല്ല കോമ്പറ്റീഷൻ. കുഴപ്പമില്ല. എത്രാം ക്ലാസ്സിലാ? ഞാൻ പ്ലസ് വണ്ണിലാണ് അല്ലേ? ഓക്കെ, ശരി. ഓക്കെ, നമുക്കിനി പേരെന്താ? റിഷാൻ.
ഇച്ചിരി മുന്നോട്ട് പോയോ? അവന് ഷൈ ആയി കേട്ടോ, നാണമൊക്കെ വന്നു. ഓക്കെ, എവിടുന്നാ വരുന്നേ? തൃശ്ശൂരിൽ നിന്നാണോ? തൃശ്ശൂരിൽ നിന്ന് എവിടുന്നാ? പിടിച്ചോ. ചെങ്ങിനശ്ശേരിയോ? വെങ്ങിനശ്ശേരി. ഓക്കെ, എത്രലാ? 5-ലാണോ? കലോത്സവത്തിൽ പങ്കെടുത്തിട്ടുണ്ടോ? ഇല്ല. പ്രോഗ്രാം ഒക്കെ കണ്ടു, ഇഷ്ടായോ? ഏതൊക്കെയാ കണ്ടേക്കുന്നേ? ഈ വഴി പോയപ്പോ കണ്ടതാണോ എല്ലാരെയും? അവിടെ ഒരെണ്ണം കണ്ടു. സ്റ്റേജിലൊക്കെ പോയായിരുന്നോ? ആ ഭാഗത്തേക്ക് പോയായിരുന്നോ? ഓക്കെ. പാട്ട് പാടുവോ? ഡാൻസ്? എവിടുന്ന്? ഒരെണ്ണം പോലും ഇല്ല. എപ്പോഴും ഇവിടെ വന്നേ? കുറച്ചു നേരമായി. ഒറ്റയ്ക്കാണോ? അച്ഛനുണ്ടോ? ഫാമിലി ആയിട്ടാണോ? അച്ഛനും ഞാനും അനിയത്തിയും. ആണല്ലേ? ഓക്കെ. ബാലാമണിയാണോ? ബാലാമണി ഇവിടെ വായോ? ബാലാമണി വരാൻ കുറച്ച് സമയം എടുക്കും. അതിന് മുമ്പ് ആണോ നമുക്ക് ഒരു കഥകളി സംഗീതമുണ്ട്. ഓക്കെ, ബാലാമണി പാട്ടോടെ കൊടുക്കണേ കേട്ടോ. വെയിറ്റ് കീജിയെ. കഥകളി ആരാ? ഹലോ, കഥകളി സംഗീതമാണ്. പേര്? ശ്രീഹരി. ഏത് ജില്ലയാണ് ശ്രീഹരി? കണ്ണൂരുകാരനാണ്. കണ്ണൂരാണ് ഇപ്പൊ കപ്പ് എടുത്തോണ്ട് നിൽക്കുന്നത്. ഏറ്റവും മുൻപന്തിയിൽ കണ്ണൂരാണ്. അങ്ങനെ കണ്ണൂർ കപ്പ് തൂക്കുവോ? എന്തായാലും തൂക്കും. പക്ഷെ ഒരു എനർജി ഇല്ലല്ലോ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ. രാവിലെ രേണുകയോട് ഞാൻ കാര്യം ചോദിച്ചതാ. ഈ കഥകളി സംഗീതത്തിലെ കഥകളി നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് 2 പാട്ടുകാരല്ലേ അതിലുള്ളത്? 935 പോയിന്റ് ഉണ്ട് കേട്ടോ കണ്ണൂരിന്. 935 പോയിന്റ് ആണ് കണ്ണൂർ ഇപ്പൊ എടുത്തേക്കുന്നത്. തൊട്ടു പുറകെ കോഴിക്കോടുണ്ട്. അപ്പം ഇത് തൃശ്ശൂരാണോ? ഒരു മിനിറ്റ് ശരീരം, ഒരു മിനിറ്റ്, ഒരു കാര്യം ഒന്ന് ചോദിച്ച് പൂർത്തിയായിക്കോട്ടെ. അടുപ്പിച്ചു. അപ്പൊ കഥകളി നടക്കുമ്പോ 2 പാട്ടുകാരാണുള്ളത് അല്ലേ? അതെ, പക്ഷെ നമ്മൾ ഈ മത്സരത്തിന് വരുമ്പോ ഒറ്റ പാട്ട്. അപ്പൊ അതൊക്കെ അതെനിക്ക് മനസ്സിലായി. അപ്പൊ ഈ മെയിൻ ആയിട്ടുള്ള ആ കഥകളി സംഗീതം ചൊല്ലുന്ന ആളെ പറയുന്നത് എന്താ? കഥകളി സംഗീതം അതായത് 2 പേരുണ്ടല്ലോ, 2 പേര് ചൊല്ലും. ഒരു സഹായി ഉണ്ട്, ഒരു മെയിൻ പാട്ടുകാരൻ. ഈ മെയിൻ പാട്ടുകാരനെ ഒരു പേര് പറയും. കഥകളിയിൽ ഒരു പേര് പറഞ്ഞിട്ട് അയാളെ വിളിക്കുക. ആശാനല്ല, പൊന്നാനി എന്നാ പറയാ. പൊന്നാനി. പഠിച്ചില്ലേ? ഇപ്പൊ അത് പഠിച്ചില്ലേ? അപ്പൊ നമുക്ക് കേൾക്കാതെ നമുക്ക് ഒരു സ്റ്റാൻഡ് വെക്കണോ? സ്റ്റാൻഡ് വെക്കാം അല്ലേ? വേണ്ട, പിടിച്ചാൽ മതിയോ? ഓക്കെ, നമുക്ക് നേരെ കഥകളി സംഗീതം കേൾക്കാം. ഒരു ആടും നീരു പിത്ത അല്ലേ ഒരു ആളും നീരു പിത്ത അല്ലേ നിരൂപിത അല്ലേ അതെ, അവൻ ഇത്രയും ശബ്ദത്തിലടയ്ക്കും. അവൻ നല്ലോണം പാടിയല്ലേ? അതെ, വഞ്ചിപ്പാട്ടുണ്ട്. വഞ്ചിപ്പാട്ടാണ് അല്ലേ? എ ഗ്രേഡ്. 2 A ഗ്രേഡ് ഉണ്ട്. ജില്ല കണ്ണൂരല്ലേ? കണ്ണൂർ കപ്പ് തൂക്കൂല്ലേ? ഭയങ്കര മുന്നിലാ. തൊട്ടുപുറകിൽ തൃശ്ശൂരാണോ? ഇപ്പം തൊട്ടുപുറകിൽ തൃശ്ശൂരാ. അതെ, തൃശ്ശൂരാണെന്നാണ്. അതെ, ആദ്യം കണ്ണൂരാണ് ഇപ്പൊ ലീഡ് ചെയ്ത് നിൽക്കുന്നത്. 935 പോയിന്റോടെ കണ്ണൂരും തൃശ്ശൂര് 2ാം സ്ഥാനം. 930 പോയിന്റ്. 5 പോയിന്റ് വ്യത്യാസമേ ഉള്ളൂ. തൃശ്ശൂര് കയറുവോ? നമ്മള് വിടൂല. ഇത്തവണ കൊണ്ടുപോവാ. എന്തായാലും കൊണ്ടുപോകും അല്ലേ? അപ്പൊ ഓക്കെ, താങ്ക് യു. നമ്മളിനി കാത്തിരിക്കുന്നത് യൂട്യൂബിലൊക്കെ തട്ടി മുട്ടി നടക്കുന്ന ഒരു ക്യാരക്ടറാണ് ബാലാമണി. എവിടെ പോയാലും ബാലാമണിയാണ്. ബാലാമണി ഇതൊന്നല്ല, കുറെ ബാലാമണി അല്ലേ? അമ്മമ്മ മനു. അതെ, മനു. ഒരു ഡയലോഗ് പറയാ ബാലാമണിയുടെ? ഞാനേ കണ്ടുള്ളൂ. ഞാൻ മാത്രമേ കണ്ടുള്ളൂ. അപ്പൊ തുടങ്ങാം. എവിടെ? ജില്ല ഏതാ? കാസർഗോഡാണ്. നമുക്ക് ഈ ഡാൻസ് മ്യൂസിക് റെഡിയാണോ? അപ്പൊ നമുക്ക് കഴിഞ്ഞിട്ട് പരിചയപ്പെടാം. ഓക്കെ.
മുരളീധര ഒടുവിൽ ഞാൻ എത്തുന്നു നിന്നടയ്ക്കൽ ഓടിവ കണ്ണ പാടിവ കണ്ണ ഗുരുവായൂരമ്പലം കണ്ടിടണം കല്ലും മണ്ണും വാരിക്കണ്ണൻ വായിലിട്ടു മായ കാട്ടിയ മായ കാണണം എൻ കണ്ണ ഗോപികമാകിടന്ന തിരുമാറ് കണ്ടിടണം പാൽചുരത്തിയ തിരുകര കാണണം തിരുവാലം കാണണം തിരുവിയും കാണണം തിരുവാഭരണങ്ങൾ കണ്ടിടണം കാണാൻ ഞാൻ വന്നതല്ലേ ആദ്യമായൊരു മാത്ര കാണുവാൻ വന്നൊരു പെണ്ണിൻ മനം നീ അറിയുകില്ലേ. അപ്പം ബാലാമണിമാര് തകർത്തല്ലേ? അപ്പം ഈ ബാലാമണിമാരുടെ പേരെന്ന് കേട്ടെ, പേരും കൂടെ ഒന്ന് പറഞ്ഞു പോവാ. എന്റെ പേര് അപ്സര. അപ്സര ബാലാമണി, ശ്രീലക്ഷ്മി, ശ്രീലക്ഷ്മി ബാലാമണി, സൂര്യ ബാലാമണി, ദിയ, അനാമിക, വിസ്മയ, തൻവി. അപ്പം കാസർഗോഡ് നിന്നാണ് എല്ലാരും. എത്രാം ക്ലാസ്സിലാ? പ്ലസ് ടു. ഈ ബാലാമണിയുടെ വിഷയം എടുക്കാൻ കാരണം എന്താ? ബാലാമണി എടുക്കാൻ വയറാവുമല്ലോന്ന്. മൈക്ക് സംസാരിച്ചോ. തൃശ്ശൂർ എന്ന് പറയുമ്പോൾ എല്ലാരും ഗുരുവായൂരപ്പനും ബാലാമണിയും ഗുരുവായൂരപ്പനും അമ്മമ്മയും. അതെ. അപ്പൊ ആ ഡയലോഗ് ഒന്ന് ഒരുമിച്ച് പറയാവോ? ബാലാമണിയുടെ ട്രെൻഡിങ് ഡയലോഗ് ഒരുമിച്ച് പറയണം. ടൈമിംഗ് തെറ്റല്ലേ? ഓഡിയൻസിന് ആ ഡയലോഗ് ഓർമ്മയുണ്ടോ? എന്താ ഓർക്കാതിരിക്കും? അതെ, ഞാനേ കണ്ടുള്ളൂ, ഞാൻ മാത്രമേ കണ്ടുള്ളൂ. അല്ലേ? അതെ, ഹിറ്റ് ഡയലോഗാണ്. ഗംഭീരമായി. റിസൾട്ട് വന്നോ? ഇല്ല. എ ഗ്രേഡ് ഉറപ്പല്ലേ? കാസർഗോഡ് കപ്പ് തൂക്കും. യെസ്, കോൺഫിഡൻസ് കുറവില്ല. അടിപൊളി, താങ്ക് യു. അപ്പം നമ്മൾ അടുത്ത കേരള നടനാണോ? യെസ്. മ്യൂസിക് റെഡിയാണോ അവിടെ? ഓക്കെ. പേര്? ഇഷിക രതീഷ്. ഋഷികയാണോ? ഇഷിക. ഓക്കെ. എവിടെ ജില്ലയാണ്? ഞങ്ങൾ തിരുവനന്തപുരം. തലസ്ഥാനം. അതെ. അപ്പം ഈ ഇനം മാത്രമേ ഉള്ളോ? അതെ, കേരള നടൻ. റിസൾട്ട് വന്നു. സന്തോഷായില്ലേ? സന്തോഷായി. വേറെ എന്തെങ്കിലും പഠിക്കുന്നുണ്ടോ? ഡാൻസ്, ഭരതനാട്യം പഠിക്കുന്നുണ്ടല്ലേ? എത്രയിലായിരുന്നു? ഞാനിപ്പോ 12th-ലാണല്ലേ? അപ്പം ഇതാണ് സാറിന്റെ അടുത്താ പഠിക്കുന്നത്. അവസാനത്തെ സ്കൂൾ കലോത്സവം, സംസ്ഥാന സ്കൂൾ കലോത്സവം. ഇനി യൂണിവേഴ്സിറ്റി കലോത്സവമാണുള്ളത് അല്ലേ? അതിലേക്ക് ബാക്കി വേറെ ഏതൊക്കെ ഇനങ്ങൾ ശരിക്കും പഠിച്ചിട്ടുണ്ട്? ഭരതനാട്യം, മോഹിനിയാട്ടം, കുച്ചിപ്പുടി ഉണ്ട് ചെയ്യുന്നുണ്ട്. ബാക്കി മത്സരിച്ചായിരുന്നോ ജില്ലയിലൊക്കെ? ഇല്ല, അത് മത്സരിച്ചില്ല. കേരളം നടൻ മാത്രം ഫോക്കസ് ചെയ്ത്. മ്യൂസിക് റെഡിയാണോ? മ്യൂസിക് നമുക്ക് റെഡിയാണ്. എന്നാ തുടങ്ങാം. മ്യൂസിക് കയറാം. എനർജിയെ പൊളിക്കണേ. സാരമായുള്ള പേരാം പരമേശ ആരിച്ചോരു നിൻ കൃപയാ പരിപാലിക്കയിക സാരമായുള്ള പേരാം പരമേശ ആരിച്ചോരു നിൻ കൃപയാ പരിപാലിക്കയിക പറയുന്നതു ശൃണുവേ വര പരമേശ്വര ഭഗവാൻ കുന്തി തന്നുടെ തനയൻ തവ പദചന്ദാരിണ സദതം ചിന്തിച്ചു തവം ചെയ്വരൂ നിൻ തിരുവടി സുഖമേ ചിന്തയിലറിയാഞ്ഞോ പുനരന്തവനുവരത്തെ ഹരിഹന്ത ഭഗവാൻ ചന്തമൊടു കൊടാത്തു പാരിനെ സാരമായുള്ള വേരാം. അടിപൊളി. അതെ.
കേരള നടനം നമ്മുടെ ഇവിടെ വരുന്ന കേരള നടനം എല്ലാം ഗംഭീരം. അതെ അതെ. എല്ലാ ദിവസവും ഇവിടെ കേരള നടനമുണ്ട്. വരുന്ന പിള്ളേരൊക്കെ തകർക്കുകയും ചെയ്യുന്നു അല്ലേ? അപ്പൊ ഇനി എന്താ പരിപാടി? ഇനി ഇവിടേക്ക് ഒന്ന് കറങ്ങണം, എല്ലാം കാണണം. ഇത്രയും നേരം ഗുരുവായൂർ പോയോ? ഗുരുവായൂർ പോയില്ല. പോണ്ടേ? വന്ന് ഇവിടെ ഫുൾ തിരക്കായി പോയി. കുഴപ്പമില്ല. വടക്കുനാഥൻ പോയായിരുന്നോ? ഇവിടെ ടീച്ചറും സാറും എല്ലാരും ഉണ്ട്. നമ്മള് ഫാമിലി ആയിട്ട് എല്ലാരും ഉണ്ട്. അപ്പൊ സ്കൂൾ ഏതാ? സ്കൂള് ചിന്നമ്മ മെമ്മോറിയൽ. അപ്പം തലസ്ഥാനത്തിന് കപ്പുറപ്പാണോ? തിരുവനന്തപുരത്തിന് കപ്പ് കിട്ടുമോ? കപ്പ് കിട്ടണം. നന്നായി കളിച്ച എല്ലാവർക്കും കിട്ടണം. അതെ, എല്ലാവർക്കും കൊള്ളാം. അത് നല്ലൊരു മറുപടിയാണ്. അപ്പൊ താങ്ക് യു. അപ്പം നമുക്ക് അടുത്തത് നമുക്കിവിടെ ഇവിടൊക്കെ നല്ല വൃത്തിയായി സൂക്ഷിക്കുന്നതാരാ? കുറെ ചേച്ചിമാരുണ്ട്. അങ്ങനെ കുറെ ഗ്രീൻ വോളണ്ടിയർമാരുണ്ട്. അങ്ങനെ ഒരു ഗ്രീൻ വോളണ്ടിയർ ഇവിടെ ഉണ്ട്. പേര്, ജില്ല, ക്ലാസ്, സ്കൂള്, ഒരു ശ്വാസം കൂടെ. അതെ, പേര് അർച്ചന. അർച്ചനയുടെ വീട് എവിടാ? വീട് കുന്നംകുളം. തൃശ്ശൂർ കപ്പെടുക്കൂലേ? രഞ്ജില്. അപ്പൊ നല്ല രഞ്ജില്. അതെ, നല്ല പണിയുണ്ടോ ഇവിടെ? വലിയ പണിയില്ല. പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കുറയ്ക്കുന്ന കാരണം പിന്നെ ആണല്ലേ. പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നവരെ എന്ത് ചെയ്യണം? പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നവരെ മാക്സിമം ഞങ്ങൾ പറഞ്ഞിട്ട് മനസ്സിലാക്കുന്നുണ്ട് ഉപയോഗിക്കരുത്. നല്ല ചുട്ട അടി കൊടുക്കണം അല്ലേ? ആ ക്യാമറമാൻ കുടിച്ചിട്ട് വെച്ചതാ പ്ലാസ്റ്റിക്കിന്റെ കുപ്പി. അതെ, ആ ക്യാമറമാൻ പ്ലാസ്റ്റിക് കുപ്പി ഉപയോഗിക്കുന്നു. അതെടുത്ത് മാറ്റണം. ആ ക്യാമറമാൻ കുടിച്ചിട്ട് വെച്ചതാ. അപ്പൊ നമുക്കൊരു ഫൈൻ ഈടാക്കാം അല്ലേ? അതെ. അതൊന്നും എടുത്ത് മാറ്റൂ മിസ് ക്യാമറമാൻ. അതെ, യെസ്. കണ്ടോ, അതോടെ ഞങ്ങളും ഗ്രീനായി കേട്ടോ. അതെ, നമ്മളും ഗ്രീനായി. ഗ്രീൻ കേരള, ശുചിത്വ കേരളം, സുന്ദര കേരളം. ഓക്കെ. അപ്പം പാട്ടാണല്ലേ? നമുക്കതിന് കരോക്കെ ഉണ്ടോ? ഉണ്ട്. കരോക്കെ ഒരു പാട്ടല്ലേ? ഗംഭീര പാട്ട്. ഓക്കെ, ഒന്ന് അപ്ലൈ ചെയ്തോ. ഓക്കെ. പാട്ട് തന്നെ നല്ല ഗംഭീര ഫീലുള്ളതാ. പാട്ട് ഗംഭീര ഫീലാ അല്ലേ? ഗംഭീര ഫീലാ. അത് മോളും കൂടെ പാടിയപ്പം ആർക്ക് ഡെഡിക്കേറ്റ് ചെയ്യുന്നു ഈ പാട്ട്? ഭയങ്കര ഫീലായിട്ടാണല്ലോ പാടിയത്. എല്ലാവർക്കും ഉള്ളതാണ്. എനിക്കൊരു പാട്ട് കൂടെ പാടണമെന്നൊരു ആഗ്രഹം. സെയിം പാട്ട് വല്ലാത്ത മോഹമാണ്. പാടിയാലോ? പാടാം. കാളിദാസനും പാട്ടുകാരനാണ് കേട്ടോ. ഇപ്പൊ സൗണ്ട് പോയി. നമുക്കൊന്ന് പാടാം. ഒന്നും കൂടെ പാട്ടിടോ? ഒന്നും കൂടെ. അല്ലെ നമുക്ക് കരോക്കെ ഇല്ലാതെ പാടാം. കരോക്കെ ഇല്ലാതെ പാടാം. കരോക്കെ ഇല്ലാതെ പാടാം. അതെന്താ അങ്ങോട്ട് പറയുന്നു? നമ്മൾ പാടിയപ്പോ 2, 3 സ്റ്റാർട്ട്.
അങ്ങ് വാനക്കോണില് മിന്നി നിന്നൊരമ്പിളി, അമ്പിളിക്കലയ്ക്കുള്ളില് ചോര കൺമുയൽ, ഇങ്ങ് നീലത്തുരുത്തില് നീർപ്പരപ്പിൽ നിഴലിടും അമ്പിളിക്കലയ്ക്കുള്ളില് ആമക്കുഞ്ഞനോ ആമക്കുറുമ്പനെന്ന് നെഞ്ചത്ത് വെട്ടില ചെല്ലവുമായി താനെ വലിഞ്ഞു കേറി തുരുത്തിൽ എങ്ങോ പതുങ്ങിയല്ലോ. താരക്കൊളുത്തുള്ളോരാ ചേലുക്കും വെറ്റില ചെല്ലത്തിലോ, ഭൂമിയെ പാടെ മൂടും അത്രയും വെറ്റിലയിട്ടു വയ്ക്കാം കുഞ്ഞിളം വാവേ. കഥ കേട്ട് മെല്ലെ മിഴിപ്പൂട്ട് മാറി ചൂടിൽ ഉറങ്ങ് ഉറങ്ങ് പൊന്നേ, തളരാതെ ഓമൽ ചിരിയോടെ കൊഞ്ചി കളിയാടി വളര് വളര്. സൂപ്പർ, അടിപൊളിയായില്ലേ? ഹാപ്പി ആയില്ലേ? അപ്പൊ തൃശ്ശൂർ കപ്പ് എടുക്കുമല്ലേ? എടുക്കും, കൺഫേം. താങ്ക് യു. ഈ വേദിയിൽ ഈ പാട്ട് പാടിപ്പിച്ചതിന് ഞങ്ങളുടെ കൂടെ പാടിയതിനും ഒരുപാട് താങ്ക്സ്. അതെ, അപ്പം എന്തായിരുന്നു മത്സരിക്കാൻ കലോത്സവത്തിന്? മത്സരിക്കാൻ ഉപജില്ല കടന്നില്ല. അല്ലെ, എന്നാലെന്താ സ്റ്റേറ്റിൽ വന്ന് പാടിയില്ലേ? ഓരോ സ്റ്റെപ്പും ഇമ്പോർട്ടൻസ് ആണ്. ഞാന് അർച്ചനയുടെ ഫാദർ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരാളായിരുന്നു. വർഷങ്ങളോളമായിട്ട് 10-20 വർഷമായിട്ട് എൻ്റെ കൂടെ ഉള്ള ഒരാളായിരുന്നു. ഈ കഴിഞ്ഞ 8 മാസം മുമ്പ് അദ്ദേഹം മരിച്ചു. അപ്പോൾ ഇവള് നല്ല ഗായികയായതുകൊണ്ട് എൻ്റെ കുറച്ച് ചാനൽ സുഹൃത്തുക്കളുണ്ട്, അവർ ഇവളെ കൊണ്ടുവന്ന് ഇവളെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ തീർച്ചയായിട്ടും ഈ വേദിയിൽ ഇങ്ങനെ അത് കഴിവുള്ള ഗായികയാണ്. അപ്പൊ ഇന്നലെ ലുലു ഉമർ ഇന്നലെ മറ്റേ അവളെ പാട്ട് കേട്ടിട്ട് ഇന്നലെ വന്നിട്ട് അവൾക്കൊരു ഗിഫ്റ്റ് മിനിയാന്ന് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു. അതുപോലെ ഇത്തരത്തിലുള്ള മാധ്യമങ്ങളാണ് ഇവളെ ഇനി വളർത്തേണ്ടത്. അത് പറയാൻ വേണ്ടിയിട്ടാണ് നമ്മള് വന്നിരിക്കുന്നത്. വലിയ വലിയ ഹർഷാരവങ്ങൾ നിറഞ്ഞ വേദികൾ കാത്തിരിക്കുന്നത്. തീർച്ചയായിട്ടും എന്തായാലും ഇനി നല്ല നല്ല അവസരങ്ങൾ കിട്ടട്ടെ. സിനിമയിൽ ഒരു വലിയ ഗായിക ആവട്ടെ. അന്നേരം ഞങ്ങളെന്ന് ഓർക്കണേ, രേണുക കാളിദാസൻ. ബൈക്ക് എടുക്കാൻ വരും ഞങ്ങൾ. അതെ, ഓക്കെ, താങ്ക് യു. അടുത്ത ടീം ആരാണ്? ബാക്കിലുള്ള നിൽക്കണ്ടാണ്. ഗ്രൂപ്പ് ആണല്ലേ? ബായോ, ഗ്രൂപ്പ് ആണല്ലേ? ഗ്രൂപ്പ് ഡാൻസ്. അയ്യോ, ഇവരാണോ ആദ്യം വന്നത്? സോറി കേട്ടോ, ഇവരാണ് കേട്ടോ ആദ്യം വന്നത്. അതുകൊണ്ട് ഇവര് കഴിഞ്ഞിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. ആണല്ലേ? ഒരു 2 മിനിറ്റത്തെ കാര്യം വിളിച്ചേട്ടാ, 2 മിനിറ്റത്തെ കാര്യം. വായോ, എനിക്ക് എല്ലാം ഒരേ ഡ്രസ് ആയതുകൊണ്ട് ഏതാണ് കൺഫ്യൂഷൻ ആയിപ്പോയി തിളക്ക് കണ്ടപ്പോ. നമുക്ക് അല്ല, ഈ സംഘഗാനം ഉണ്ട്. അതിനു മുമ്പേ ആ സംഘഗാനം കഴിഞ്ഞൊരു മാപ്പിളപ്പാട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു. ആണോ? അന്ന് ഈ കുട്ടികൾ എടുക്കട്ടെ. ആരുടെ പാട്ടാ വന്നത്? കാളിദാസ, നമുക്ക് ഈ ഒരു പാട്ട് സെറ്റ് ആവേണ്ടതുണ്ട്. ആ സമയത്ത് നമുക്കൊരു വേദി